അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും പ്രയാസപ്പെടുന്നവർക്ക് എല്ലാ പ്രയാസവും മാറിക്കിട്ടാൻ ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ ഒരു വഴിയാണ് ഇന്ന് പറയുന്നത്. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകൾ, കച്ചവടത്തിൽ തകർച്ച നേരിടുന്ന ആളുകൾ, കടങ്ങൾ കൊണ്ട് വലയുന്നവർ, വീടില്ലാത്തവർ, അന്നന്നത്തെ ചിലവിന് പോലും തികയാത്തവർ, രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അവർക്കെല്ലാം ഉപകാരമാണ് ഇന്നത്തെ വിഷയം. ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ കുറച്ച് പാവപ്പെട്ട സ്വഹാബക്കൾ വന്ന് പരാതി പറഞ്ഞു. നബിയെ, ഞങ്ങൾ പാവപ്പെട്ടവരാണ്. ഞങ്ങൾ ചെയ്യുന്നതെല്ലാം പണക്കാരായ സ്വഹാബികളും ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ സാമ്പത്തികമായി ഞങ്ങളെക്കാൾ ഏറെ മുന്നിലാണ്. അവർ സാമ്പത്തികമായി മറ്റുള്ളവരെ സഹായിക്കുന്നു. സമ്പത്ത് കൊണ്ട് അവർ നന്മകൾ ചെയ്യുന്നുണ്ട്. ഞങ്ങളെ കൊണ്ട് അതിന് സാധിക്കുന്നില്ല. അപ്പോൾ അവർ ഞങ്ങളെക്കാൾ മുന്നിലെത്തില്ല നബിയെ. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പാവപ്പെട്ട സഹാബാക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരാം. അത് നിങ്ങൾ മുടങ്ങാതെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അവരെക്കാൾ മുന്നിലെത്തുന്നതാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന ദിക്ർ 33 തവണ വീതം ചൊല്ലണം. അങ്ങനെ പാവപ്പെട്ട സ്വഹാബികൾ ഇത് പതിവാക്കാൻ തുടങ്ങിയപ്പോൾ പണക്കാരായ സ്വഹാബാക്കൾ അത് ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ പണക്കാരായ സ്വഹാബികളും അത് ചൊല്ലാൻ തുടങ്ങി. ഇത് അറിഞ്ഞ പാവപ്പെട്ട സ്വഹാബികൾ വീണ്ടും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്ന് പരാതി പറഞ്ഞു. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി, ഇതിനേക്കാൾ നല്ലത് മറ്റൊന്നില്ല. ഇത് അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് അറിയിച്ചു കൊടുക്കുന്നു. ഇതിലും നല്ലത് മറ്റൊന്നില്ല എന്നായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ നിസ്കാരത്തിന് ശേഷം ഈ ദിക്ർ പതിവാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.